ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന മേഖലയിലേക്കാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും എന്താണ് ലോകത്ത് അതിനെപ്പറ്റി നടക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് എല്ലാ കമ്പനികളുടെയും വലിയ വലിയ കമ്പനികളും അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഈ കൊല്ലം എത്ര ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്താൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ, ഈ 4 വലിയ ടെക് കമ്പനീസ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് $325 ബില്യൺ. $325 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 25,000 മുതൽ 30,000 കോടി രൂപ വരെയാണ് ഈ 2025 കാലഘട്ടത്തിൽ മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം 2024 അവർ $223 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആമസോണാണ്. $100 ബില്യൺ. പിന്നെ മൈക്രോസോഫ്റ്റ് $80 ബില്യൺ, ഗൂഗിൾ ഏതാണ്ട് $75 ബില്യൺ, ഫേസ്ബുക്ക് ഏതാണ്ട് $65 ബില്യൺ. അങ്ങനെ കാശ് വാരി എറിയുമാണ് ഈ വലിയ ടെക് ഭീമന്മാരെന്നാന്നുണ്ടെങ്കിൽ. കാര്യം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാങ്കേതികവിദ്യയെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്നു. ലോക ജനതയുടെ ജീവിതത്തിന് തന്നെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്ന ഒരു ടെക്നോളജിയായി മാറും എന്നാണ് എല്ലാ ആൾക്കാരും, എല്ലാ പ്രമുഖരും വിലയിരുത്തുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു ഫാഡല്ല, ഒരു ജസ്റ്റ് വന്നിട്ട് പോകുന്നൊരു സാധനമല്ല. ഇത് നമ്മൾ അങ്ങോട്ട് ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെ നമ്മളെ ലൈഫിൽ ഡെയിലി കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളതിനെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജിയാണ് എന്നാണ് പ്രമുഖരും അതിൻ്റെ പിന്നെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ വിലയിരുത്തുന്നത്. കാര്യം 2000-ലൊക്കെയാണ് ഇൻ്റർനെറ്റ് ശരിക്കും പോപ്പുലറായി വന്നത്. ആ ടൈമിൽ ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല 25 വർഷങ്ങൾക്ക് അപ്പുറം നമ്മുടെ ലൈഫിൻ്റെ ഏതാണ്ടൊരു 5-6 മണിക്കൂർ നമ്മൾ ഇൻ്റർനെറ്റിൽ, അതിലും കൂടുതൽ സമയം നമ്മൾ ഇൻ്റർനെറ്റ് ചിലവാകും. നമ്മൾ TV കാണുന്നത് ഇൻ്റർനെറ്റിൽ കൂടെ ആയിരിക്കും. നമ്മളുടെ കയ്യിൽ മൊബൈൽ എന്ന് പറഞ്ഞൊരു ഡിവൈസ് വരും, അത് വർക്ക് ചെയ്യുന്ന ഇൻ്റർനെറ്റിൽ കൂടെ ആയിരിക്കും എന്നൊന്നും തന്നെ നമുക്ക് അറിയത്തില്ലായിരുന്നു. കാരണം അത്രമാത്രം ചേഞ്ചസ് ആണ് കഴിഞ്ഞ 25 വർഷം കൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു സാങ്കേതിക വിദ്യ വരുത്തിയത്. എന്നാൽ അതിൻ്റെയൊക്കെ ഇരട്ടി മാറ്റമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിദ്യ നമ്മുടെ എല്ലാ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത്. കാര്യം വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ ഒരു മുറി ഡെക്കറേറ്റ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ മൊബൈൽ ആപ്സ് ഉണ്ട്, ബേസ്ഡ് മൊബൈൽ ആപ്സ് ഉണ്ട്. നമ്മൾ ആ മൊബൈൽ ആപ്പ് എടുത്തതിന് ശേഷം ആ മുറിയിൽ ഒരു ഫോട്ടോ ഒന്ന് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത്, ട്രഡീഷണൽ വേണോ, മോഡേൺ വേണോ, മിനിമലിസ്റ്റിക് വേണോ, ഏത് സ്റ്റൈലാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആപ്പ് ബാക്കിലുള്ള എല്ലാ ഫോട്ടോസും സ്കാൻ ചെയ്ത് പല പല സാധനങ്ങളും സ്കാൻ ചെയ്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ നമ്മളെ ഫ്രണ്ടിലേക്ക് പ്രസൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുവരെ ചിന്തിക്കാൻ പറ്റാതിരുന്ന ഒരു രീതിയിലുള്ള ഒരു ചേഞ്ചാണ്. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ്. ഇത് എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും നമുക്ക് ഈ മാറ്റം ഫീൽ ചെയ്യും. ബാങ്കിങ് മേഖലയിലാണ് ശരി, എഡ്യൂക്കേഷൻ മേഖല, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സ്പേസ്, വെപ്പൺ സിസ്റ്റംസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഈ AI-യുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം വേറൊന്നുമില്ല, AI-ക്ക് കോടിക്കണക്കിന് ഡേറ്റ പാരാമീറ്റേഴ്സ് ഒരുമിച്ച് അനലൈസ് ചെയ്ത് അതിൻ്റെ ക്രക്സായിട്ട് ഒരു റിസൾട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് തരാൻ പറ്റും. അത് കറണ്ട് സിസ്റ്റത്തിനൊന്നും അത് സാധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുകയാണ്, ഗൂഗിളിൻ്റെയും എല്ലാ വെബ്സൈറ്റിനെ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പറയും, നിങ്ങൾ സെർച്ച് ചെയ്ത ടോപ്പിക്കിൽ 15 വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളം പറയും. പക്ഷേ എന്നാൽ ഈ അടുത്തായിട്ട് കഴിഞ്ഞൊരു 1 year ആയിട്ട് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ തന്നെ AI പ്രോഡക്റ്റാണ്. അവർ ചെയ്തിരിക്കുന്നതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്താൽ ആദ്യം ഒരു സ്നാപ്ഷോട്ട് നമുക്ക് വരും. ആ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ AI സിസ്റ്റം തന്നെ ഈ 10-15 വെബ്സൈറ്റുകളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ഒരു പിന്നെ സ്നാപ്ഷോട്ട് ആക്കിയിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നതാണ്. അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മൾ ഈ 15 വെബ്സൈറ്റിലോട്ട് ഇനി പോകേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ദിനചര്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി ഉപയോഗത്തിൽ മാറ്റം വരുത്താനായിട്ട് AI-ക്ക് സാധിക്കും. ഇനിയിപ്പോൾ പഠിത്തത്തിൽ, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഇപ്പോൾ പുതിയ പഠനങ്ങളനുസരിച്ച് എന്ന് വെച്ചാൽ എല്ലാ കോടിക്കണക്കിന് രോഗികളുടെ ഡേറ്റ പരിശോധിച്ചിട്ട് പല പിന്നെ ഡിസീസ് മറ്റു കോറിലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഇയാൾക്ക് ഇന്ന അസുഖം വരാനുള്ള സാധ്യത എത്രയാണ്, ഇത് വരാനുള്ള സാധ്യത എത്രയാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള സിസ്റ്റംസൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുവാണ്. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മുടെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ആവും, ആൾക്കാർ ഉപയോഗിക്കും, പൈസ ജനറേറ്റ് ആവും.
അപ്പോൾ ആ റവന്യൂവിൽ കണ്ണു വെച്ചിട്ടാണ് ഈ ടെക്നോളജി കമ്പനികളെല്ലാം തന്നെയും വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഏതാണ്ട് 50% അധികം തുക അവർ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത വർഷങ്ങളിലും വരും വർഷങ്ങളിലും എല്ലാം തന്നെ ഇതുപോലെ ഒരു ഇൻക്രീസ് ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി ഓൺലൈൻ സിസ്റ്റംസ് ബിൽഡ് ചെയ്തു. അതൊക്കെ ഇൻ്റർനെറ്റ് വരവിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണല്ലോ. ഇനി അങ്ങോട്ട് പോകുന്നതോറും ഇതൊക്കെ മാറി കൂടുതൽ അഡ്വാൻസ്ഡ് ആയ സിസ്റ്റംസ് ഉണ്ടാകും. വലിയ വലിയ ഡേറ്റാ സെൻറ്റേഴ്സ് വരും. കാര്യം എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യത്തെ ഡേറ്റ വേറെ രാജ്യങ്ങളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നതിന് നിയമപരമായ ബ്ലോക്കുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമേ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ഡേറ്റ ഒരിക്കലും ചൈനയിലോ അമേരിക്കയിലോ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വേണ്ടി വരുമ്പോൾ ഈ രാജ്യങ്ങളിൽ തന്നെ വലിയ വലിയ ഡേറ്റാ സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വരും, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റാ സെൻറ്റേഴ്സ്. അപ്പോൾ അതിലോട്ട് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഈ ഡേറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ട് വലിയ വലിയ ചിപ്പ് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ അതിന് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചേഞ്ച് ആയിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് മാറ്റുമെന്ന്. അങ്ങനെ ഒരു പ്രൊഡിക്ഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അത്ര സ്പീഡിലാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രസ്. ChatGPT 1 വന്നു കഴിഞ്ഞ് 2, 3, 4 എന്നുള്ളത് 4.5 ഭയങ്കര സ്പീഡിൽ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡീപ് സീക്ക് വരുന്നു. ഡീപ് സീക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തതെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുതിയ മോഡൽസ് കമ്പനികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഗൂഗിളിൻ്റെ ജെമിനി ഉണ്ട്, പിന്നെ ഓപ്പൺ എയുടെ ChatGPT ഉണ്ട്, പിന്നെ ആന്ത്രോപ്പിയ എന്ന് തോന്നുന്നു, അവരുടെ തന്നെ ക്ലൗഡ് ഉണ്ട്, പിന്നെ ട്വിറ്ററിൻ്റെ തന്നെ AX എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇഷ്ടംപോലെ, മെറ്റയുടെ തന്നെ ലാമ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. അങ്ങനെയെല്ലാം ഇപ്പോൾ നമ്മൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വാട്സാപ്പിൽ നമ്മളൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് എന്നാണ് നമുക്കിപ്പോൾ ഈ പിന്നെ LLM വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. LLM നമ്മുടെ ChatGPT ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമുക്കത് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ മാറ്റം വരുത്താൻ പോകുന്ന ഒരു സംഭവമാണ് ഇതെല്ലാം തന്നെ. പക്ഷേ കമ്പനികൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വെറീഡുമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് ഒരു റവന്യൂ ആയി മാറുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. ഇത് മാറ്റം ഉണ്ടാക്കും, അത് ശരി തന്നെയാണ്. പക്ഷേ കമ്പനികൾക്ക് പ്രോഫിറ്റിന് വേണ്ടിയാണല്ലോ അവർ വർക്ക് ചെയ്യുന്നത്, അവർക്ക് ലാഭമാണല്ലോ ഉദ്ദേശം. അപ്പോൾ ലാഭമായിട്ട് എന്ന് ഇത് മാറി വരും, ഇതൊരു ആപ്ലിക്കേഷനായിട്ട് അല്ലെങ്കിൽ ഇതൊരു ടെക്നോളജി ആയിട്ട് മാറി ആൾക്കാർ ഇത് ഉപയോഗിച്ച് ഇതിൽ നിന്നും എന്ന് നമുക്ക് വരുമാനം വരും എന്നൊക്കെയുള്ളൊരു ചെറിയ പേടി കമ്പനികൾക്കുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് 2000 .com ബൂം എന്ന് പറഞ്ഞ ഒരു സംഭവം നടന്നായിരുന്നു. US സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര ക്രാഷായ, എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം ക്രാഷായ ഒരു സംഭവമായിരുന്നു അത്. അതെന്ന് വെച്ചാൽ 96 കഴിഞ്ഞപ്പോഴാണ് ഇൻ്റർനെറ്റ് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഡസ്ട്രിയിൽ ഒരു ടോക്ക് വന്നു, ഇൻ്റർനെറ്റ് ഇനി എല്ലാം മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇൻ്റർനെറ്റിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ഫൈബർ ഒപ്റ്റിക് കേബിളുകളാണ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റിന്. പിന്നെ സ്വിച്ചസ് വേണം, റൗട്ടേഴ്സ് വേണം, അതിൻ്റെ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഭീമന്മാരായ പല കമ്പനികളും കോടാനുകോടി രൂപ കൊണ്ടുവന്ന് ഈ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. ഈ സ്വിച്ചും റൗട്ടറും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ, സിസ്കോയുടെ സ്റ്റോക്കൊക്കെ ചന്ദ്രനിലെത്തിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ കമ്പനികളെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഇൻ്റർനെറ്റ് വീണ്ടും ഇവോൾവായി അതൊരു പ്രോപ്പർ റവന്യൂ ജനറേറ്റിംഗ് മെക്കാനിസം ആക്കി വരാനായിട്ട് പിന്നെയും 5, 6, 7 അല്ലെങ്കിൽ 10 വർഷം എടുത്തു. അപ്പോൾ അതിനിടയ്ക്ക് അത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കമ്പനികളൊക്കെയും തൊഴിഞ്ഞുപോയി. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ക്രാഷായി, സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ ക്രാഷായി. കാരണം എന്താ ചെയ്തായിരുന്നു, .com ബൂം എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് കമ്പനികൾക്കെല്ലാം ഒരു ചെറിയ പേടിയുണ്ട്, ഈ AI കൊണ്ട് പൈസ കിട്ടുകഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ളത്. പക്ഷേ അവർക്ക് അണ്ടർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് വർക്കാവും എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ ആ പൊസിഷൻ കമ്പറ്റീറ്ററായ വേറൊരു കമ്പനി പിടിക്കും, അല്ലെങ്കിൽ പുതിയൊരാൾ വന്ന് ആ പൊസിഷൻ പിടിക്കും. അങ്ങനെ AIയുടെ ലോകത്ത് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് വരും വർഷങ്ങളിൽ എല്ലാ കമ്പനികളും പ്ലാൻ ചെയ്യുന്നത്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, അതായത് പുതിയ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതുണ്ട്, പിന്നെ ഹെഡ് ഫണ്ടും ക്യാപിറ്റലിസ്റ്റും ഒക്കെ ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ. അതുപോലും AI ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ സ്റ്റാർട്ടപ്പുകൾക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമേരിക്കയിലൊക്കെ. ഇനി നമ്മളിതെങ്ങനെ ബാധിക്കും, ശരിക്കും നമ്മളിതിൻ്റെ ഏത് പോർഷനിലാണ് കെയർഫുള്ളായിരിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തന്നെ പലയിടത്തും പല ഇതും വരുന്നുണ്ട്. നമ്മുടെ ജോലി എടുത്ത് കളയും, എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലി പോകും. ഒരു കാര്യം ശരിയാണ്, വന്നു കഴിഞ്ഞാൽ കുറേ ജോലികൾ വൈപ്പ് ഔട്ടാവും.
എന്ന് വെച്ചാൽ പണ്ട് നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഡെസ്കിലുണ്ടായ സാധനം കാൽക്കുലേറ്റർ, പേന, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നപ്പോഴത്തേക്കും ആ കുറേ സാധനങ്ങൾ ആ ഡെസ്കിൽ നിന്ന് മാറി ഒരു മൊബൈൽ ഫോണിനകത്ത് തന്നെ നമുക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെയാണ് AI വരാൻ പോകുന്നത്. കുറേ ജോലികൾ പോകും, പക്ഷേ അതിനേക്കാളും 100 ഇരട്ടി ജോലികൾ AI ഇവിടെ സൃഷ്ടിക്കും. കാര്യം എല്ലാ സിസ്റ്റംസും അപ്ഗ്രേഡ് ചെയ്യണം, പുതിയ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കരമായ മാൻ പവർ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റാ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വേണം. അതിന് നെറ്റ്വർക്കിങ്ങും സ്വിച്ചും പരിപാടികളും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ വേണം. അതിന് ചിപ്പ് മാനുഫാക്ചറിങ് ഉണ്ട്, അത് വേണം. പിന്നെ ഈ ഡേറ്റാ സെൻറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഡേറ്റാ സെൻറ്റേഴ്സിലോട്ട് പവർ കൊണ്ടുവരണം. അങ്ങനെ എല്ലാ തരത്തിലും വലിയ ഒരു മാൻ പവർ ആവശ്യമായിട്ട് വരുന്ന ഒരു മേഖല കൂടെയാണ് AI. അത് നമ്മുടെ നാട്ടിൽ പല കുട്ടികളും അല്ലെങ്കിൽ വിദ്യാർത്ഥികളും കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ ശ്രദ്ധിക്കേണ്ടത്, കോളേജ് പഠിച്ചതിന് ഉപരിയായിട്ട് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പുതുതായിട്ട് എന്ത് പഠിക്കാം, പുതിയ എന്ത് കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി ചെയ്യാം, നമ്മുടെ റെസ്യൂമേൽ അല്ലെങ്കിൽ പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എന്നുകൂടെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാര്യം പൈത്തൺ പോലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുക, അത് വെച്ച് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. നിങ്ങളൊരു കമ്പനി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു നോക്കുമ്പോൾ ഇവന് ഇന്ന സംഭവം അറിയാം, ഇന്നത് AI വെച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഇവന് AI എക്സ്പീരിയൻസ് ഉണ്ട്, ഇവന് മെഷീൻ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര ഒരു പിന്നെ എന്താ പറയുക, അട്രാക്റ്റീവ് പ്രൊഫൈലായിട്ട് മാറും. കാര്യം എന്ന് വെച്ചാൽ ഈ കമ്പനികളെല്ലാം തന്നെയും ഇന്ത്യയിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗുർഗോൺ, നമ്മുടെ കൊച്ചിയിൽ തന്നെ ഇവരുടെ തന്നെ എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ IBM പോലുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഹയർ ചെയ്യുക ഒക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. ഈ പിന്നെ ടെക് ഹബ്ബുകളിലെല്ലാം തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കൊച്ചിയിലായാലും ട്രിവാൻഡ്രത്തിലായാലും അവിടെ ഉണ്ടാകും AIയുടെ ഇൻഫ്ലുവൻസ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരാൻ പോകുന്ന ഒരു ഏരിയയാണിത്. അതുകൊണ്ട് വളരെ നോവിസ് സ്റ്റേറ്റിലാണ്. നോവിസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു കുഞ്ഞു കുട്ടിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ AI. കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയ കുട്ടിയാകും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ കുട്ടിയാകുമ്പോഴും നമുക്കൊരു പരിചയവും ബന്ധമൊക്കെ ആണ്. നമ്മൾ ഓർമ്മയില്ലേ എന്നൊക്കെ പറയുന്ന പോലെ. മറ്റേതാണെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതാരാണ് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്കൊരു ഓർമ്മയില്ലെന്ന് പറയും. ഒരു അനോളജി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇത് നമുക്കായിട്ട് തുറന്നിടും. ഇത്തരം കമ്പനികളെല്ലാം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത് ഭയങ്കര വലിയ എമൗണ്ടാണ്. 30,000 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ എത്ര വലുതാണെന്ന്. നമ്മുടെ നാടിൻ്റെ ബഡ്ജറ്റിനൊക്കെ സമാനമായ തുകകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൊഫൈലിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ നമുക്ക് കുറച്ച് പ്രോജക്ട്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. പൈത്തണുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിംഗ് പഠിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. AI ബേസ്ഡ് ലേണിംഗ് എല്ലാത്തിനും പോയി ചേരണമെന്നല്ല, നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലും മതി. ഈവൻ AIയിലെടുത്ത് പോയി ചോദിച്ചാൽ മതി, AI ഞാൻ ഇന്ന സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, എനിക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒന്നും തന്നെ അറിയത്തില്ല, പക്ഷേ എനിക്ക് മെഷീൻ ലേണിംഗ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ AIയിൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യണം, എനിക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാമെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്കെന്നെ ആൻസർ പറഞ്ഞുതരും. നമ്മളതിൻ്റെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നുള്ള രീതിയിൽ അങ്ങ് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.